പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രൻ ആഗ്രയിലേക്ക് എത്തുന്നുണ്ട്. സത്യങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ടവരുടെ വായിൽ നിന്ന് തന്നെ അറിയാൻ വേണ്ടിയാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് എത്തുന്നത്. ഏതായാലും ഗംഗാധരൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പം ഒരുപാട് സന്തോഷത്തോടെയാണ് ആദ്യം സ്വീകരിക്കുന്നത്. പക്ഷേ നല്ല കലിച്ചിരിക്കുന്ന നമ്മുടെ ബാലേന്ദ്രൻ്റെ മുഖം കാണുന്നതേ പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. അകത്ത് വന്നതിന് ശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സത്യം അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ ഗംഗേട്ട എന്ന്. കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ അങ്ങേര് സത്യം വിളിച്ച് പറയുന്നുണ്ട്. 22 വർഷങ്ങൾക്ക് മുമ്പ് വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അറിയുവാണ് ബാലേന്ദ്രൻ. ഈ സമയമെല്ലാം വീട്ടിൽ അലീന അടക്കം എല്ലാവരും ബാലേന്ദ്രൻ്റെ വരവും കാത്തിരിക്കുകയാണ്. ഓരോ ആൾക്കാർ വീട്ടിലോട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു കോളിംഗ് ബെല്ല് കേൾക്കുമ്പോഴും അവർ ബാലേന്ദ്രൻ വരുന്നു എന്ന് പ്രതീക്ഷിച്ച് ഓടി വന്ന് നോക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും നല്ല ടെൻഷനിലാണ് ബാലേന്ദ്രൻ എന്തൊക്കെയോ ഡിമാൻഡുകൾ ഗംഗാധരൻ്റെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. കട്ടക്കലിപ്പിലാണ് താനും. ഏതായാലും വൈജയന്തി നല്ല ടെൻഷനിലാണ്. ഇതിനിടയ്ക്കെല്ലാം വൈജയന്തി അറിയാവുന്നവരെല്ലാം വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ, ബാലേന്ദ്രൻ വിളിച്ചിട്ട് ഫോൺ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ മനുവിനോടും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.